നമസ്കാരം. മാർച്ച് 11 രാവിലെ 9 മണിക്ക് പാകിസ്ഥാനിലെ ക്വറ്റയിൽ നിന്ന് പുറപ്പെട്ട ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ആണ് സായുധരായ ബലൂച്ച് വിമതർ പിടിച്ചെടുത്തത്. അഫ്ഗാനിസ്ഥാനും ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാനിലെ പർവ്വത പ്രദേശമായ സിബി ജില്ലയിൽ ട്രെയിൻ നിർത്തിയിട്ടിരിക്കെ 6 അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. ഒരു തുരങ്കത്തിനടുത്തു വച്ചാണ് ആയുധധാരികളായവർ ട്രെയിന് തടഞ്ഞത്. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശത്തെ തുരങ്കത്തിനടുത്ത് ട്രെയിൻ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. 182 യാത്രക്കാരെ ബന്ദികളാക്കിയാണ് വിമതരുടെ വെല്ലുവിളി. പാകിസ്ഥാൻ സൈന്യം സൈനിക നടപടികൾ ആരംഭിച്ചാൽ ബന്ദികളെ കൊല്ലുമെന്നായിരുന്നു അവരുടെ ഭീഷണി. ബലൂച്ച് ലിബറേഷൻ ആർമി വക്താവ് ജിയാൻ ബലൂച്ച് ആണ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കിയത്. പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കണമെന്ന ആവശ്യവുമായാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് തുടങ്ങിയ വിവിധ സംഘടനകൾ ഭരണകൂടത്തിനെതിരെ പോരാട്ടം നടത്തുന്നത്. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ സർക്കാരിനെ ലക്ഷ്യം വെച്ചുള്ള നിരവധി ഗ്രൂപ്പുകളിൽ ഒന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന BLA. മേഖലയിലെ സമ്പന്നമായ വാതക ധാതു വിഭവങ്ങളെ സർക്കാർ ചൂഷണം ചെയ്യുകയാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ബലൂച്ച് വംശീയ ന്യൂനപക്ഷത്തിനെതിരെ കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നുണ്ടെന്നും അവർ ആരോപിക്കുന്നുണ്ട്. സ്വതന്ത്രമായ ബലൂചിസ്ഥാൻ വേണമെന്നാണ് ഈ ഗ്രൂപ്പുകളുടെ ആവശ്യം. ഇറാനും അഫ്ഗാനിസ്ഥാനും അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാൻ വലിപ്പമനുസരിച്ച് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ്. എന്നാൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ ഉള്ളതും ഉയർന്ന ദാരിദ്ര്യ നിലവാരത്തോടെ വികസിതമായി തുടരുന്ന ഇടവുമാണ്. പ്രധാനമായും ബലൂച്ച് സുന്നി ഗോത്ര സമൂഹമാണ് ബലൂച്ച് മേഖലയിലുള്ളത്. പാകിസ്ഥാന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 44% ബലൂചിസ്ഥാന്റെ സംഭാവനയാണെങ്കിലും ജനസംഖ്യയുടെ 5% മാത്രമാണ് ഇവിടെ വസിക്കുന്നത്. ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ ധാതു നിക്ഷേപങ്ങളാൽ സമൃദ്ധമാണ്. സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ആവശ്യമുയർത്തി 1970 മുതലേ ഇവരുടെ പ്രതിഷേധം രാജ്യത്ത് ശക്തമാണ്. പക്ഷേ പണ്ട് മുതലേ ഇവരുടെ എല്ലാ ശ്രമങ്ങളെയും പാക് സേന അടിച്ചമർത്തിയിരുന്നു. പാകിസ്ഥാന് തീരാ തലവേദനയായി നിൽക്കുന്ന ബലൂചിസ്ഥാന്റെ വിഘടനവാദം പണ്ട് മുതലേ കെടുത്താൻ പാക് സൈന്യം ശ്രമിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ഏറ്റവും ദരിദ്ര മേഖലകളിൽ ഒന്നാണിതെന്നാണ് മറ്റൊരു സത്യാവസ്ഥ. ബലൂചിസ്ഥാനിലെ ഗ്വദറിൽ പാകിസ്ഥാൻ തുറമുഖം നിർമ്മിച്ചപ്പോൾ അതുകൊണ്ടുള്ള നേട്ടം ബലൂചികൾക്ക് കിട്ടിയില്ലെന്നതും ബലൂചിസ്ഥാനിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്ന പ്രകൃതി വാതകത്തിന് ഒരിക്കലും ന്യായപരമായ റോയൽറ്റി നൽകാൻ പാക് സർക്കാർ തയ്യാറായിട്ടില്ലെന്നതും അവരുടെ അമർഷം വർദ്ധിക്കാൻ ഇടയാക്കിയ കാര്യങ്ങളിൽ പെടുന്നവയാണ്. വിഭജന കാലത്ത് ഇന്ത്യയിൽ ചേരാൻ ബലൂചിസ്ഥാനിലെ ഒരു വിഭാഗം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുമായി അതിർത്തി പങ്കുവയ്ക്കുന്നില്ല എന്ന കാരണം കൊണ്ട് അത് സാധിച്ചില്ല. ബലൂചിസ്ഥാനെ പാകിസ്ഥാന്റെ ഭാഗമാക്കാനായിരുന്നു ബ്രിട്ടീഷുകാർക്കും താല്പര്യം. മേഖലയിലെ മറ്റു നാട്ടുരാജ്യങ്ങൾ പാകിസ്ഥാനിൽ ചേരാൻ താല്പര്യം കാട്ടിയതോടെ ബലൂചിസ്ഥാൻ ഒറ്റപ്പെട്ടു. 1948 ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായി. പാക് സൈന്യം ബലൂചിസ്ഥാനിലേക്ക് നീങ്ങി. ബലൂചികൾ ചെറുത്തെങ്കിലും ഏറ്റുമുട്ടലിൽ കീഴടങ്ങുകയായിരുന്നു. ധാരാളം ഹിന്ദുമത വിശ്വാസികളും ക്ഷേത്രങ്ങളുമുള്ള ഇവർ വാസ്തവത്തിൽ പാകിസ്ഥാനിൽ ഇപ്പോഴും സന്തുഷ്ടരല്ല. പാക് പൗരന്മാരായി തുടരാൻ ഇന്നും അവർക്ക് താല്പര്യവുമില്ല. പാകിസ്ഥാനിൽ ചേരാനുള്ള ഉടമ്പടി ഒപ്പിട്ടതിനു തൊട്ടു പിന്നാലെ പ്രദേശത്ത് ആരംഭിച്ച കലാപം ഇന്നും നിലനിൽക്കുകയാണ്. ഇവരുടെ സ്വതന്ത്ര പോരാട്ടത്തെ പാകിസ്ഥാൻ ഇന്നും ശക്തമായി തന്നെ എതിർക്കുകയാണ്. ബലൂചിസ്ഥാനിലെ കുമിഞ്ഞുകൂടുന്ന സമ്പത്ത് തട്ടിയെടുക്കാൻ പാകിസ്ഥാൻ കളിക്കുന്ന കളികൾക്കെതിരായി അവർ നടത്തുന്ന പ്രക്ഷോഭത്തിൽ നിരവധി ജീവനുകളാണ് ഇപ്പോഴും പൊലിയുന്നത്.